ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ വിധിയെ അംഗീകരിക്കുന്നു. ഇതിൽ ഭാരതീയ ജനതാ പാർട്ടി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുടെ എല്ലാ വാദമുഖങ്ങളും സുപ്രീം കോടതി അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കഴിഞ്ഞ ഓർഡറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ 6ാമത്തെ പാരഗ്രാഫിൽ ദ ബോർഡ് ഷാൽ ഫോർ ദ ടൈം ബീങ് ഫംഗ്ഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി എന്ന ആ ഒരു സെൻറ്റൻസ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളത്. കേരള ഹൈക്കോടതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടത് ഈ രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമപ്രകാരം 2025 വഖഫ് അമെൻമെൻറ്റ് ആക്റ്റിൽ സർക്കാർ കൊണ്ടുവന്ന നിയമമെന്തോ അത് അനുസരിക്കാൻ സംസ്ഥാന സർക്കാരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ നമുക്ക് മനസ്സിലായത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടതും. ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ നിമിഷം വരെയും സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. അതുമാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കേരള ഹൈക്കോടതിയുടെ തീരുമാനത്തിലാണ് സുപ്രീം കോടതി വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിധി അങ്ങേറ്റം സ്വാഗതാർഹമാണ്. അത് ബോർഡ് ആരുടെ വരണമെന്നൊന്നും BJP പറഞ്ഞിട്ടില്ല. അത് പിണറായിയുടെ ബോർഡാണെങ്കിലും VD സതീശൻ്റെ ബോർഡാണെങ്കിലും ആ ബോർഡിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമുള്ള ബോർഡാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. ആ നിലപാട് സുപ്രീം കോടതിയും ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ് എന്ന് അറിയിക്കുന്നു. ഇവിടെ ബോർഡ് പിരിച്ചുവിടാനും അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും സെക്ഷൻ 14 അനുസരിച്ച്, സെക്ഷൻ 14 എന്ന് പറയുന്നത് വളരെ കൃത്യമായി 11 അംഗങ്ങൾ ആരൊക്കെ ആയിരിക്കണമെന്ന് വളരെ കൃത്യമായി സെക്ഷൻ 14 വഖഫ് അമെൻമെൻറ്റ് ആക്ട് പറയുന്നു. ആ സെക്ഷൻ 14 അനുസരിച്ചുള്ള ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ അറിയിച്ചതാണ്. ആ നിലപാട് അങ്ങനെ അല്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനും കേരളത്തിലൊരു വർഗീയ ധ്രുവീകരണം നടത്താനും ഒക്കെ മുസ്ലിം ലീഗ് നടത്തുന്ന ശ്രമം, അതിന് പിണറായി വിജയനും ആ നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്ന വിഷയം ദ ലോ ഓഫ് ദ ലാൻഡ്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിക്കാൻ ഇവിടെ കേരള ഗവൺമെൻറ്റും തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള വ്യാഖ്യാനം സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡിന് ആശ്വാസം അല്ലെങ്കിൽ പരാതിക്കാർക്ക് തിരിച്ചടി എന്നുള്ളതൊന്നും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ആകെപ്പാടെ പറഞ്ഞിട്ടുള്ളത് ദ ബോർഡ് ഷാൽ ഫോർ ദ ബീങ് ഫംഗ്ഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് ദ വഖഫ് മാറ്റർ എന്ന് ആ ഒരു സെൻറ്റൻസ് മാത്രമാണ് സുപ്രീം കോടതി ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള രീതിയിൽ നയപരമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികം ചെലവഴിക്കുന്നതിനും വഖഫ് ബോർഡിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തന്നെ തുടരും എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 14 റെഡി ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 14 എന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തെ ഇല്ല എന്ന് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? അത് കേരള ഹൈക്കോടതിയിൽ അവർ സമർപ്പിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്നും അത് ഇന്ന് സുപ്രീം കോടതിയിലും അവർ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെൻസിൽ അതുണ്ട്. അതില്ല എന്ന് ഇനി എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പറയാൻ കഴിയുക? ബോർഡിന് മുമ്പോട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ബോർഡ് പ്രവർത്തിക്കുന്നതിൽ വഖഫ് ബോർഡ് അവിടെ ഉണ്ടാകണം. വഖഫ് ബോർഡിനെതിരെ അല്ല BJP നിലപാട് സ്വീകരിച്ചത്. വഖഫ് ബോർഡിൻ്റെ പ്രവൃത്തിയിൽ വഖഫ് അമെൻമെൻറ്റ് പ്രകാരമുള്ള നിയമം പാലിച്ചുകൊണ്ടേ പ്രവർത്തിക്കാവൂ. അതേ ഉള്ളൂ. വഖഫ് ബോർഡിൽ എത്ര അംഗങ്ങൾ വരണം അല്ലെങ്കിൽ വഖഫ് ബോർഡിന് അംഗങ്ങൾ ആരായിരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനം എടുക്കണ്ട. BJP അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ പിണറായിയും കള്ളത്തരം കാണിച്ചു. പിണറായി പറഞ്ഞെന്താ? പിണറായിയുടെ ഇതിനകത്ത് ദ റെസ്റ്റ് 2 മെമ്പേഴ്സ് വിൽ ബി അപ്പോയിൻറ്റഡ് ഷോർട്ട്ലി എന്നാണ് ഫെബ്രുവരി മാസം 4-ാം തീയതി അന്നത്തെ പിണറായി സർക്കാർ പുറത്തെടുത്ത ഗസറ്റ് പബ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷനും എന്തായിരുന്നു? 2 പേരെ തുറന്ന് നിയമിക്കും. ആ 2 പേരെ നിയമിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം അവസാനിച്ചു. ഞങ്ങൾക്ക് മറ്റ് പരാതികളില്ല. അത് ഒരു പരാതിയും കൂടെ ഉണ്ട്. അങ്ങനെ ആ 2 അംഗങ്ങളില്ലാതെ
ഫെബ്രുവരി 4-ാം തീയതി മുതൽ ഇന്ന് വരെ വഖഫ് ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അസാധുവാക്കണം. കാരണം അവിടെ ആ 2 അംഗങ്ങൾ കൂടിയാലേ ബോർഡ് പൂർണ്ണമാവും. ഭൂരിപക്ഷം ഉണ്ടാകാൻ ബോർഡിൽ. പക്ഷേ ഈ 2 അംഗങ്ങൾ നിർണായകമാണ്. കാരണം ആ 2 നോൺ മുസ്ലിം അംഗങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, മുനമ്പത്തെ വിഷയത്തിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനൊരു തീരുമാനം വഖഫ് ബോർഡ് എടുത്തു. പക്കാ നിയമവിരുദ്ധമാണ്. കാരണം അതിൻ്റെ സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ മുത്തവല്ലിയാണ്. മുത്തവല്ലി എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജ് അറിഞ്ഞിട്ടില്ല. അപ്പം സ്വയം മുത്തവല്ലിയായി വഖഫ് ബോർഡ് തീരുമാനമെടുത്താണ് ഉമീദ് പോർട്ടലിൽ ആ മുനമ്പം ലാൻഡ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കള്ളത്തരം എന്താണെന്ന് മനസ്സിലാക്കണം. ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വഖഫ് ബോർഡ് എടുത്ത തീരുമാനങ്ങൾ അത് റദ്ദു ചെയ്യണോ വേണമോ എന്നുള്ളത് ഇനി ഹൈക്കോടതി തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. ഇല്ല, ഞാൻ ഇതിനു മുമ്പും പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടൊരു കാര്യം, ഇത് മുസ്ലിം സമുദായത്തിനെതിരെ ഒരു നീക്കമായി വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ്. അതിന് BJP നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. BJPക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല. അത് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ്. അവരുടെ സമുദായത്തിനുള്ളിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഇത്രയും വലിയൊരു വിഷയം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ മന്ത്രി അറിയാതെയാണോ ഇങ്ങനെ ഒരു അഫിഡവിറ്റ് വന്നത്? ഇങ്ങനെ അല്ലാതെ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി സർക്കാരിന് ഒരു അഫിഡവിറ്റും കൊടുക്കാൻ കഴിയില്ല. കുറേ കാലമൊക്കെ സമുദായാംഗങ്ങളെ പറ്റിക്കാൻ കഴിയും. പക്ഷേ ഒരു കാരണവശാലും അവർക്ക് ഈ നിയമം പാലിക്കാതെ വഖഫ് ബോർഡിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആത്യന്തികമായി ഇതിൻ്റെ വിജയം ഞങ്ങൾ പറയുന്നിടത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അല്ല, അത് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിരുന്നു. കേരളം ഈ രാജ്യത്തിൻ്റെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് മുസ്ലിം ലീഗ് മറക്കരുത്. ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ അതനുസരിക്കാൻ മുസ്ലിം ലീഗിനും ബാധ്യതയുണ്ട്. ഇതൊക്കെ പറയേണ്ടവർ പറയും. അതൊന്നും ഷോൺ ജോർജിനെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം ഈ വഖഫ് ബോർഡിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അതൊക്കെ സംസ്ഥാന പ്രസിഡന്റുണ്ട്, സംസ്ഥാന കാര്യങ്ങളുണ്ട്. അതൊക്കെ പാർട്ടിയുടെ സിസ്റ്റമുണ്ട്. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് പാർട്ടി അറിയിക്കും. ഷോണിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ, അതൊക്കെ പറയേണ്ട ആളുണ്ട്. ഞാൻ മാത്രമല്ല ഇവിടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള അത് പറയേണ്ട കാര്യങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തേറെ ചോദിച്ചാലും ഇതിന് പാർട്ടിക്കൊരു ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന് അകത്ത് നിന്നേ സംസാരിക്കും. എന്നോട് ഇന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ള വിഷയം ഇതാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ വായിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല.